ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. 1500 രൂപയുടെ വാടക വീട്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂമും കിച്ചണും ഇല്ലെന്ന് മേഘ ചോദിക്കുന്ന സമയത്ത് മനോഹരൻ കളിയാക്കുകയാണ്. പിന്നെ 1500 രൂപയ്ക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും കിച്ചണും വരെ കിട്ടിയിരിക്കുകയാണ്. നീ തന്ന 1500 രൂപയ്ക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെയാണ് ബാത്റൂമിലൊക്കെ പോവുക? ഇത്രയും കാലം നമ്മൾ 4 ചുവരിൻ്റെ ഉള്ളിലല്ലേ കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്തത്. ഇനി നമുക്ക് തുറസ്സായിട്ട് ചെയ്യാം. അയ്യയ്യോ, അത് ഓർത്തപ്പോൾ തന്നെ മുത്തശ്ശിക്ക് ആകെ വല്ലാതെ ആവുന്നുണ്ട്. എങ്ങനെയാ മനോഹര? ചേച്ചി ആദ്യം അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ അതൊക്കെ ആയിട്ട് നമുക്കങ്ങ് ശീലാവും. അത് കേട്ട് മുത്തശ്ശിയും മേഘയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുക. മാത്രമല്ല, വീട്ടിൻ്റെ മേൽക്കൂരയും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഒട്ടും തൃപ്തികരമല്ലായിരുന്നു. പക്ഷെ മനോഹരൻ പറയുന്നുണ്ട്, ചേച്ചി ആദ്യം വീട് വൃത്തിയാക്കാം, എന്നിട്ട് വേണമല്ലോ താമസിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗൊക്കെ അവിടെ ഒരു കട്ടിലിൻ്റെ മുകളിൽ വെച്ചിട്ട് വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ചൂലൊക്കെ എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ടവൽ വെച്ചിട്ട് മൂക്ക് കെട്ടുന്നുണ്ടായിരുന്നു പൊടി മാറാതിരിക്കാൻ. എന്നിട്ട് ചേച്ചിയോടും മേഘയോടും അവിടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അയാൾ അവിടെ അടിച്ചു വാരുവാണ്. അവിടെ മൊത്തം പൊടിയായതുകൊണ്ട് തന്നെ അടിച്ചു വാരുമ്പോൾ നല്ല കനത്തിലായിരുന്നു മണ്ണ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മേഘയും മുത്തശ്ശിയും മാറി മാറി തുമ്മിക്കൊണ്ടേയിരിക്കുകയാണ്. മനോഹരനാണെങ്കിൽ ആദ്യം തന്നെ അത് കണ്ടറിഞ്ഞിട്ട് മുഖത്ത് ടവൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. മാമാ, ഇവിടെ മൊത്തം പൊടിയാണ് എന്ന് പറഞ്ഞിട്ട് മേഘ തുമ്മുന്നുണ്ട്. പക്ഷെ മനോഹരൻ അതൊന്നും വകവെക്കുന്നു കൂടിയില്ല. അയാളുടെ അടിച്ചു വരുന്ന തൊഴിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവരോട് ആദ്യം തന്നെ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അവരാണെങ്കിൽ അവിടെ നിന്ന് മാറി നിന്നതുമില്ല. അതുകൊണ്ട് തന്നെ ആ പൊടിയൊക്കെ മൂക്കിലേക്ക് അടിച്ചു കയറുവാണ്. രണ്ടുപേരും മാറി മാറി തുമ്മിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ മനോഹരൻ ദേഷ്യത്തോട് ചേച്ചിയോട് പറയണ്ടേ, ചേച്ചി അവിടുന്ന് മാറി നിൽക്ക് ചേച്ചി, അവിടെ തന്നെ നിന്നിട്ട് പൊടിയടിച്ച് തുമ്മിക്കൊണ്ട് നിൽക്കുന്നത്. മനോഹരൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് രണ്ടുപേരും മാറി നിന്നത് തന്നെ. എന്നിട്ടും അവർക്ക് ആ മൂക്കിൽ പൊടിയടിച്ച് കയറിയിട്ട്, കാരണം ആ ഒരു ചെറിയ വീട്ടിനകത്ത് അത്രയും പൊടി പാറിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശി മനോഹരനോട് പറയുന്നുണ്ട്, ഡാ മനോഹര, പൊടി കാരണം ശ്വാസം നിന്നു പോകുന്ന തോന്നുന്നത്. ചേച്ചി അതറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ടവൽ കൊണ്ട് മുഖം കെട്ടിയത്. സാരിയുടെ മുന്താണി വെച്ചിട്ട് മൂക്ക് മറക്കാൻ നോക്ക്. അയാൾ വീണ്ടും അടിച്ചു വാരിക്കൊണ്ടേയിരിക്കുകയാണ്. അതും വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. മുത്തശ്ശി മുന്താണി വെച്ചിട്ട് മൂക്ക് മറച്ചെങ്കിലും മേഘ തുമ്മിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ മനോഹര, മെല്ലെ അടിക്ക്, ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പൊടി ഇവിടെ മൊത്തം നിറയുവാണ്. ചേച്ചി മര്യാദയ്ക്ക് നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിയിട്ട് പുറത്ത് പോയിട്ട് നിൽക്ക്. ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷം രണ്ടുപേരെ അകത്തേക്ക് വിളിക്കാം. പുറത്ത് പോയി നിൽക്ക്, അല്ലാതെ വേണ്ടാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ ബാക്കിയുള്ള ഭാഗം കൂടെ അടിച്ചു വരികയാണ്. മനോഹരൻ പറഞ്ഞപ്പോൾ മുത്തശ്ശിയും മേഘയും കൂടെ പുറത്തിറങ്ങി പോകുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി നിന്നപ്പോഴാണ് മേഘ ശ്രദ്ധിക്കുന്നത് ആ വാതിലിന് കതവില്ല എന്നുള്ള കാര്യം. അവൾ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി ഈ വാതിലിന് കതവില്ലല്ലോ, എന്താ ചെയ്യുക? അപ്പോഴാണ് മുത്തശ്ശി പറയുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഇതിനെ കവർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ റോഡിൽ കൂടെ വരുന്നവരും പോകുന്നവരും ഒക്കെ അകത്തെ കാഴ്ച കാണാൻ വേണ്ടി നോക്കും. ആ, അതാ മുത്തശ്ശി നല്ലത് എന്ന് പറഞ്ഞ് മനോഹരൻ അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും അകത്തേക്ക് കയറിയിട്ട് ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് അവിടെ വാതിലിന് മറവ് പോലെ വെക്കുകയാണ്. സിധു രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ചന്ദ്രിക കോഫി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സർ, ഹായ് ചന്ദ്രിക, ഗുഡ് മോർണിംഗ്. ഇന്നാ സർ കോഫി കൊണ്ടുവന്നിരിക്കുകയാണ്. അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് സിധുവിന് നേരെ കൊടുക്കുവാണ്. അപ്പോഴാണ് സിധു പറയുന്നത്, എന്താ ചന്ദ്രിക ഇത്? ഇനി ആകെ 2 ദിവസമേ ഉള്ളൂ നമ്മുടെ കല്യാണത്തിന്. ഇപ്പോഴും നീ എന്നെ സാർ എന്ന് തന്നെയാണോ വിളിക്കുന്നത്? ചന്ദ്രിക ആകെ വല്ലാതെ നിൽക്കുകയാണ്. ഹോട്ടലിലെ സെർവറിനെ പോലെ ചായ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങി കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ കസ്റ്റമറൊന്നുമല്ല. സിദ്ധുവിൻ്റെ തമാശ കേട്ടപ്പോൾ ചന്ദ്രികയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ഞാൻ നിൻ്റെ ഹസ്ബൻഡ് ആവാൻ വേണ്ടി പോവുകയാണ് ചന്ദ്രിക. കോഫി കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്, വാങ്ങി കുടിക്ക് സിദ്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുടിക്കാം. പെട്ടെന്ന് എങ്ങനെയാ സാർ മാറ്റി വിളിക്കുക? ഞാൻ സാറിനെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞാൽ പോരെ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ എന്നെ പേര് തന്നെ വിളിക്കണം. സിദ്ധു എന്ന് പേര് വിളിക്ക്, ഞാനൊന്ന് കേൾക്കട്ടെ. സിദ്ധു നിർബന്ധം പിടിച്ചപ്പോൾ ചന്ദ്രിക ആകെ പെട്ട അവസ്ഥയായി. അവൾ പറയുന്നുണ്ട്, വേണ്ട സാർ എന്നാ കോഫി വാങ്ങിക്കുടിക്ക്. അപ്പോൾ സിദ്ധുവും വാശി കാണിക്കുകയാണ്. നീ എൻ്റെ പേര് വിളിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ കോഫി വാങ്ങി കുടിക്കുള്ളൂ. വിളിക്ക് ചന്ദ്രിക. ചന്ദ്രിക ആകെ പെട്ട അവസ്ഥയിലായി. എൻ്റെ പേര് പറഞ്ഞ് വിളിക്കുന്നതിന് നിനക്കെന്തിനാ ഇത്ര മടി? ചന്ദ്രിക, ഹസ്ബൻഡിൻ്റെ പേര് പറഞ്ഞ് വിളിക്കാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. വിളിക്ക്, ഞാൻ കേൾക്കട്ടെ. ചന്ദ്രിക ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. അവൾക്ക് പെട്ടെന്ന് സിദ്ധു എന്ന് വിളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സിദ്ധു ആണെങ്കിൽ ഇങ്ങനെ ബെഗ് ചെയ്യുന്നുണ്ട്, പ്ലീസ് ചന്ദ്രിക, വിളിക്ക് ചന്ദ്രിക, പ്ലീസ്. ചന്ദ്രിക എന്നിട്ടും പറയാണ്, സിദ്ധു സാർ എന്നാ കോഫി വാങ്ങി കുടിക്ക് സാർ. അയ്യോ, എത്ര പ്രാവശ്യമായി പറയുന്നു. ഇത് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. വേണ്ട ചന്ദ്രിക, എനിക്ക് കോഫി വേണ്ട, വിട്ടേക്ക് പ്ലീസ് സാർ. കോഫി ചൂടാറിപ്പോവും.
പിന്നീട് കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇന്ന് സർ. അപ്പോൾ സിദ്ധു പറയാണ്, ചന്ദ്രിക എനിക്ക് കോഫിയേ വേണ്ട, ദയവ് ചെയ്ത് നീ എടുത്തിട്ട് പോ പോ. ആരോട് പറയാനാ, എത്ര പറഞ്ഞാലും സാർ സാർ സാർന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കും. സിദ്ധു ഇങ്ങനെ പിറുവിറുക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രിക പറയുന്നത്, ഡാ സിദ്ധു. അത് കേട്ടത് സിദ്ധു ഇങ്ങനെ അതിശയത്തോടെ തിരിഞ്ഞു നോക്കുകയാണ്. മര്യാദയ്ക്ക് ഈ കോഫി ഇപ്പോൾ കുടിക്കുന്നുണ്ടോ ഇല്ലയോ? കുടിക്കുന്നില്ലെങ്കിൽ ഈ കോഫി മൊത്തം തല വഴി ഞാൻ ഒഴിച്ചു തരും, വേണോ? സിദ്ധു അതിശയം കലർന്ന ചിരിയോടുകൂടി ചന്ദ്രികയെ നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക നീയാണോ ഇപ്പോൾ സംസാരിച്ചത്? ഞാൻ തന്നെയാണ് സംസാരിച്ചത്, എന്നാ കുടിക്കൂ കോഫി. സിദ്ധു പേടി പോലെ ആ കോഫി വാങ്ങിച്ചിട്ട് കുടിക്കുകയാണ്. അതിനുശേഷം ചന്ദ്രിക ഇങ്ങനെ പ്രണയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. കുറച്ചു നേരം ചന്ദ്രിക ഗൗരവത്തോടെ തന്നെ അവനെയും നോക്കും. അതിനുശേഷം അവൾ പൊട്ടിച്ചിരിക്കുകയാണ്. ചന്ദ്രിക ചിരിക്കാൻ തുടങ്ങിയപ്പോൾ സിദ്ധുവും അവളുടെ ചിരിയിൽ പങ്കുചേരുകയാണ്. എന്നിട്ട് ചന്ദ്രിക പറയുന്നുണ്ട്, ഒന്ന് പൊയ്ക്കേ സാർ, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടേയിരിക്കും. കോഫി കുടിച്ചോട് സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക ഇനി എപ്പോഴും നീ എന്നെ ഇങ്ങനെ തന്നെ സംസാരിക്കാനോട്, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കേട്ട് ചന്ദ്രികയും പൊട്ടിച്ചിരിക്കുകയാണ്. അതിനുശേഷമാണ് ചന്ദ്രിക സിദ്ധുവിനോട് പറയുന്നത്, പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ ചന്ദ്രിക? അപ്പോഴേക്കും ചന്ദ്രികയുടെ മുഖത്ത് ഗൗരവം നിറയുകയാണ്. ഇന്നലെ രാത്രി മഹേഷ് മലറിനെ അവൻ്റെ കൂടെ പോവാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചിട്ട് അവളുടെ മുഖത്തടിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ടത് സിദ്ധു ആകെ ഞെട്ടിപ്പോയി. മലര് അവൻ്റെ കൂടെ വരില്ല എന്ന് പറഞ്ഞതിന് നിൻ്റെ അമ്മ സിദ്ധുവിനെ കല്യാണം കഴിക്കാൻ പോവാണ്, അതിനുശേഷം നീ ഒറ്റപ്പെടും, അതുകൊണ്ട് എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് അവളെ നിർബന്ധിച്ചിട്ട് കൈ പിടിച്ച് വലിക്കുകയാണ്. എന്തിനാ അവനിങ്ങനെ മലറിനെ ശല്യം ചെയ്യുന്നതെന്ന് അറിയില്ല. മലര് രാത്രി വല്ലാതെ ഭയന്നിട്ട് ഒരുപാട് കരഞ്ഞിട്ടാണ് ഉറങ്ങിയത്. അവൾക്ക് വല്ലാത്ത പേടി തോന്നുവാണ് മഹേഷ് അവളെ തട്ടിക്കൊണ്ട് പോകുമോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ സിദ്ധു ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എത്രമാത്രം ധൈര്യം ഉണ്ടായിട്ടായിരിക്കും നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് വന്നിട്ട് അവൻ മലറിനെ അടിച്ച് തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചത്. ഞാൻ ആദ്യം തന്നെ ഇന്ന് പോയിട്ട് ACPയെ കണ്ടിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് വരാം. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഇപ്പോൾ ആദ്യം തന്നെ മഹേഷ് നിങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ്. അതിനുശേഷം വാസുമാമനെ കൊല്ലാൻ വേണ്ടിയിട്ടും മറ്റൊരു ശ്രമം നടത്തി. ഇപ്പോഴാണെങ്കിൽ മലറിനെ തട്ടിക്കൊണ്ടു പോകാനാണ് അടുത്തത് ശ്രമിക്കുന്നത്. എങ്ങനെയെങ്കിലും ACPയോട് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് മഹേഷിനെ അകത്തേക്ക് വിടുക തന്നെ വേണം. അവനെ അറസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അവൻ പുറത്തു നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് സമാധാനത്തോടെ ജീവിക്കാനാവില്ല. എങ്ങനെയെങ്കിലും ACPയോട് സംസാരിച്ചിട്ട് അവനെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ സർ. ശരി ചന്ദ്രിക, ഞാൻ ഇപ്പം തന്നെ പോയി ACPയെ കണ്ടിട്ട് മഹേഷിനെ ഉള്ളിലേക്ക് വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ശരി സർ എന്ന് പറഞ്ഞിട്ട് സിദ്ധു ചായ കുടിച്ച് ആ ഒരു കപ്പ് വാങ്ങിയിട്ട് ചന്ദ്രിക അവിടെ ഒന്ന് പോവുകയാണ്. മുത്തശ്ശി വീട്ടിന് മുകളിലുള്ള മാറാലയൊക്കെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മനോഹരൻ ഓടിക്കതച്ച് വരുന്നത്. ചേച്ചി ചേച്ചി പുലി ചേച്ചി പുലി ചേച്ചി പുലി ചേച്ചി എന്നും പറഞ്ഞിട്ട് ചേച്ചിയും പിടിച്ചിട്ട് ഇങ്ങനെ മുന്നിൽ വെക്കുകയാണ് അവന് രക്ഷപ്പെടാനുള്ള രീതിക്ക്. അപ്പോൾ മനോഹരൻ തുള്ളുന്നത് പോലെ തന്നെ ചേച്ചിയെ കൊണ്ടും തുള്ളിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് പ്രായമായതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് അവർ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. അവസാനം അവരവിടെ കുഴഞ്ഞ് വീണ് പോവുകയാണ്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, പുലിയല്ല ചേച്ചി, പെരിച്ചാഴി പെരിച്ചാഴി. അപ്പോഴേക്കും സത്യം പറഞ്ഞാൽ അവർ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. കാലുവേദന എടുക്കുകയും ചെയ്തു, നടുവേദനിക്കുകയും ചെയ്തു. എടാ മഹാഭാബി, എൻ്റെ നടുവ് നീ ഉടച്ചു കളഞ്ഞല്ലോ എന്നും പറഞ്ഞിട്ട് എങ്ങനെയോ വയ്യാതെ അവരെ എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ്. മനോഹരൻ സഹായിക്കുന്നുണ്ടായിരുന്നു. മെല്ലെ എഴുന്നേക്ക് ചേച്ചി. കഷ്ടപ്പെട്ട് എഴുന്നേറ്റപ്പോഴേക്കും മേഘ അതാ ഓടിക്കതച്ച് വരുന്നു. അയ്യോ എലി 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 എന്ന് പറഞ്ഞിട്ട് അവൾ കാണിച്ചു കൊടുക്കുകയാണ്. എലിയോ? മേഘ കാണിച്ച ഭാഗത്തേക്ക് നോക്കുമ്പോൾ അത് കൂടെ ഒരു എലി ഓടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ നടു ഒന്ന് നിവർത്തി നിൽക്കുകയാണ്. എന്നിട്ട് മേഘയും ദേഷ്യത്തോടെ മനോഹരനെയും നോക്കുന്നുണ്ട്. ദൈവമേ, പോയി, എൻ്റെ നടു പോയി, അയ്യോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ തടവുകയാണ്. അപ്പോൾ മനോഹരനും പറയുന്നുണ്ട്, പോയി ചേച്ചി പോയി, എൻ്റെ നടുവും പോയി. എടാ എരുമേ, ചെറിയൊരു എലിയെ കണ്ടിട്ടാണോ നീ ഇങ്ങനെ നാടകം കാണിച്ചത്? മുത്തശ്ശിക്ക് വേദന കൊണ്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ചേച്ചി, എനിക്ക് ചെറുതിലെ എലിയെന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ പേടിയാണെന്ന് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ? ആ അതെ അതെ, ഇത് ഇനിയും പല്ല് പോലും മുളക്കാത്ത കുഞ്ഞു വാവയാണ്. എലിയെ കാണുമ്പോഴേക്കും പേടിച്ച് വിറക്കാൻ. ഡാ മനോഹര, പുറത്തു പോയിട്ട് പറയണ്ട, ആൾക്കാർ നിന്റെ മുഖത്ത് കാറി തുപ്പും. ശരി ശരി, അത് വിട്ടേക്ക് ചേച്ചി, ജോലി ചെയ്യാൻ നോക്ക്. അയ്യോ, ഇനി എങ്ങനെയാടാ ജോലി ചെയ്യുക? എൻ്റെ നടുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായില്ലേ? അവർ രണ്ടുപേരും തമ്മിലുള്ള തല്ല് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മേഘ. എന്താ മാമ ഇത് എന്നും പറഞ്ഞിട്ട് മേഘ പോകുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഓ നീ വലിയ നല്ലത് തന്നെ, എലി എലിയെന്നും പറഞ്ഞിട്ടല്ല നീയും വന്നത്. മുത്തശ്ശിയും മേഘയും മുറ്റത്താണുള്ളത്. മേഘയാണെങ്കിൽ അടുപ്പിൽ തീ കൂട്ടുവാണ്. അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കല അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ തീ കൂട്ടുന്ന സമയത്ത് വിറകൊക്കെ അത്യാവശ്യം നനഞ്ഞ വിറകായതുകൊണ്ട് അവൾക്ക് പ്രതീക്ഷിച്ച പോലെ കത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ മേഘ ചുമക്കുവാണ്.
അപ്പം മുത്തശ്ശിയാണെങ്കിൽ ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് വല്ലാത്ത സങ്കടവും മേഘയുടെ ആ ഒരു ഇതുകൊണ്ട് ആലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുവാണ്. എന്നിട്ട് മേഘയോട് പറയുന്നുണ്ട്, എങ്ങനെ ജീവിച്ച പെണ്ണാ നീ, മഹാറാണിയെ പോലെ ജീവിച്ച പെണ്ണല്ലേ, അങ്ങനെയുള്ള നീ ഇപ്പോൾ വന്നിട്ട് നിൽക്കുന്നത് എവിടെയാ, ഈ ഒരു ഓലക്കുടിൽ. നീ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാട് കാണുമ്പോൾ എന്നെക്കൊണ്ട് സഹിക്കാൻ സാധിക്കുന്നില്ല. ഇതിനാണോ എൻ്റെ മകൾ മല്ലിക നിന്നെ പ്രസവിച്ച് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയത്? ഈ ഒരു ഗതികെട്ട അവസ്ഥ കാണാൻ വേണ്ടി എന്തിനാണ് ദൈവം എന്നെ ഇനിയും ജീവനോടെ വെച്ചിരിക്കുന്നത് എന്നൊക്കെ അവരിങ്ങനെ സങ്കടത്തോടെ പിറുപിറുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് മേഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, മുത്തശ്ശി ഒന്ന് വായ പൂട്ടിയിട്ട് മിണ്ടാതെ നിൽക്കാൻ പറ്റുമോ? ഇപ്പം എന്താ പ്രശ്നം? ഏത് സമയത്തും ഇങ്ങനെ പിളവിളാന്ന് സംസാരിച്ചു കൊണ്ടേ ഇരുന്നോളൂ. ഇപ്പോൾ വിറകടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം എന്താ വേവാതിരിക്കോ? ഇല്ലല്ലോ. പണ്ട് കാലത്ത് എല്ലാവരും ഈ കാണുന്ന വിറകടുപ്പിൽ തന്നെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ കരുതിയാൽ മതി. വെറുതെ ഇങ്ങനെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്ന് പറഞ്ഞ് മേഘ വീണ്ടും കത്തിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, വെള്ളം തിളച്ചല്ലോ, ഇതെന്താ അരി വാങ്ങിക്കാൻ പോയ മാമനെ കാണാത്തത്? അപ്പോൾ മുത്തശ്ശിയും അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുകയാണ്. ഇതാ നിൻ്റെ മാമൻ വരുന്നുണ്ട്. അപ്പോഴേക്കും മനോഹരൻ ഒരു സഞ്ചിയൊക്കെ തൂക്കിയിട്ട് വരികയാണ്. ചേച്ചി ഇതാ ചേച്ചി പറഞ്ഞ അരിയും പച്ചക്കറിയും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ആ കവറിൽ നിന്ന് അരി എടുത്തിട്ട് മേഘയ്ക്ക് കൊടുത്തുകൊണ്ട് പറയാണ്, ഇന്നാ അരി നന്നായിട്ട് കഴുകി ആ കലത്തിലിട്, താ എന്ന് പറഞ്ഞ് മേഘ അത് വാങ്ങിക്കുകയാണ്. മനോഹരൻ അകത്തേക്ക് പോകുന്ന സമയത്ത് ചേച്ചി ചോദിക്കുകയാണ്, നീ എവിടേക്കാടാ പോകുന്നത്? അകത്തേക്ക് പോവുകയാണ്. ഇങ്ങോട്ട് വാ, ഈ സവാളയുടെ തൊലി അരി. അയ്യോ എന്നും പറഞ്ഞിട്ട് മനോഹരൻ അവിടെ ഇരുന്ന് സവാളയുടെ തൊലി അരിയാണ്. മേഘയാണെങ്കിൽ അരി കഴുകിയിട്ട് അരി അടുപ്പിലുള്ള കലത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ പിന്നെയും തീയൊക്കെ പോകുന്ന സമയത്ത് മേഘ ചുമച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണൊക്കെ നിറയുകയാണ് ചുമച്ചിട്ട്. അപ്പോൾ മുത്തശ്ശിയും മനോഹരനും പരിതപിച്ചുകൊണ്ട് അവളെ നോക്കുന്നുണ്ട്. മാത്രമല്ല മുത്തശ്ശി ഇങ്ങനെ സ്വയം പറയാണ്, ഗർഭിണിയായ പെണ്ണാണ്, വയറ്റിലുള്ള കുഞ്ഞിനെ വെച്ചിട്ട് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ഗതികേടാണല്ലോ നിനക്ക്. നീ മാത്രമല്ല, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ചേർത്താണ് നീ കഷ്ടപ്പെടുത്തുന്നത്. ഒന്നുകിൽ മര്യാദയ്ക്ക് മഹേന്ദ്രൻ പറഞ്ഞത് കേട്ടിട്ട് സിദ്ധുവിനോടും ചന്ദ്രികയോടും മാപ്പ് ചോദിച്ചിരുന്നെങ്കിൽ അവിടെയെങ്കിലും സമാധാനത്തോടെ നിൽക്കാമായിരുന്നു. ഇനി അതും അല്ലെങ്കിൽ മനീഷ് വന്നിട്ട് അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചതാണ്, അവനൊപ്പെങ്കിലും നിനക്ക് പോവാമായിരുന്നു. മേഘ മറുത്തൊന്നും പറയാതെ മുത്തശ്ശി പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയാണ്. മനോഹരനും അഹങ്കാരം കാണിച്ച് അവൻ്റെ കൂടെയും പോയില്ല. ഇനി എന്തൊക്കെ കഷ്ടപ്പെടണമെന്ന് ദൈവത്തിനറിയാം. ഒക്കെ കേട്ടതിന് ശേഷം മേഘ പറയുന്നുണ്ട്, ഞാൻ ഈ അനുഭവിക്കുന്ന കഷ്ടപ്പാടും വിഷമങ്ങളും ഒക്കെ എൻ്റെ മനസ്സിൽ തീക്കനലായിട്ടാണ് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ച ചന്ദ്രികയെ ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. മേഘയുടെ സംസാരം കേട്ട് മുത്തശ്ശിയും മനോഹരനും അവളെ നോക്കി നിൽക്കുകയാണ്. സത്യമായിട്ടും ഞാൻ വിടില്ല. മേഘയുടെ ഉള്ളിൽ അത്രത്തോളം പ്രതികാരം ഉണ്ടായിരുന്നു. ഇനി ഞാൻ ചന്ദ്രികയ്ക്ക് കൊടുക്കുന്ന അടി മരണ അടിയായിരിക്കും. അത് കേട്ടപ്പോൾ മുത്തശ്ശിയും മനോഹരനൊന്ന് ഞെട്ടുവാണ്. അതെന്താ അങ്ങനെയൊരു സംസാരം എന്നൊരർത്ഥത്തിൽ അവർ പരസ്പരം നോക്കുന്നുണ്ട്. മനോഹരൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, മരണ അടി എന്നാണല്ലോ മേഘ പറഞ്ഞത്, എന്തായിരിക്കും മേഘ ഉദ്ദേശിച്ചത്? അപ്പം മുത്തശ്ശിയാണെങ്കിൽ ദേഷ്യത്തോടെ മേഘയോട് ചോദിക്കുന്നുണ്ട്, എന്താ മേഘ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നീ എന്തുകൊണ്ടാണ് തിരുത്താത്തത്? നമ്മൾ തന്നെ ഇപ്പോൾ ജീവിക്കാൻ ഒരു വഴിയും ഇല്ലാതെ ഈ ഒരു അവസ്ഥയിൽ വന്ന് എത്തി നിൽക്കുകയാണ്. എന്നിട്ട് വീണ്ടും ചന്ദ്രികയോട് പ്രതികാരം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണോ നീ നടക്കുന്നത്? നീ അധ്വാനിച്ച് മുന്നിലേക്ക് വരണമെന്ന് ചിന്തിക്കും മേഘ, അല്ലാതെ മറ്റുള്ളവരെ കെടുത്തണം എന്ന് ചിന്തിക്കല്ലേ. ഇത് തിരുത്തുന്ന ലക്ഷണമൊന്നുമില്ല ചേച്ചി. മനോഹരനും പിറുപിറുക്കുകയാണ്. ആരാണോ നശിപ്പിക്കാൻ പോകുന്നത് അവരായിരിക്കും ആദ്യം നശിക്കുക എന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴും നീ മനസ്സിൽ ഓർത്തു വെച്ചോ. മുത്തശ്ശി മേഘയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടപ്പോൾ മേഘ ദേഷ്യത്തോടെ അവരെ നോക്കുന്നുണ്ട്. മേഘ ഒന്നും മിണ്ടിയിട്ടില്ലെങ്കിൽ അവളുടെ നോട്ടം പോലും ഭയപ്പെടുത്തുന്നതായിരുന്നു. മുത്തശ്ശി കയ്യിലുണ്ടായിരുന്ന പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും മേഘയോട് പറയുന്നുണ്ട്, ഇങ്ങനെ നോക്കല്ലേ മേഘ, നിന്റെ നോട്ടം പോലും എന്നെ ഭയപ്പെടുത്തുന്നതാണ്. അപ്പോൾ മേഘ അവളുടെ മനസ്സിലുള്ള സങ്കടം പറയാണ്. മഹാറാണിയെ പോലെ ജീവിച്ചിരുന്ന എന്നെ തെരുവോരത്ത് വെറും ഒരു പിച്ചക്കാരിയാക്കി ജീവിക്കേണ്ട അവസ്ഥയിലാക്കിയില്ലേ ആ ചന്ദ്രിക. അവളെ വെറുതെ വിടാനാണോ നിങ്ങൾ പറയുന്നത്? ഛേ എന്നും പറഞ്ഞിട്ട് മേഘ ചവിട്ടിത്തുള്ളി അകത്തേക്ക് നടന്നു പോവാണ്. ആ സമയത്ത് ശബ്ദം താഴ്ത്തിയിട്ട് മനോഹരൻ ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി ഇവള് മറ്റുള്ളവർ നന്നായിട്ട് ജീവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് ഇവൾക്ക് നല്ലൊരു ജീവിതം ദൈവം കൊടുക്കാത്തത് എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും അത് കേട്ടുകൊണ്ടാണ് മേഘ തിരിച്ചു വരുന്നത്. മനോഹരൻ പറഞ്ഞത് മേഘ കേട്ടു എന്നുള്ളത് രണ്ടുപേർക്കും മനസ്സിലായി. അവർ പേടിയോടുകൂടി പരസ്പരം നോക്കുകയാണ്. അപ്പം മേഘ വന്നിട്ട് മനോഹരനോട് ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞത് നിങ്ങൾ? ഏയ് ഒന്നുമില്ല, മനോഹരൻ പേടിയോടെ പറയുകയാണ്. നിന്റെ കാതിൽ കേട്ടോ മേഘ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്കത് കുഴപ്പമില്ല. എൻ്റെ ഉള്ളിലുള്ള വേദനയും വിഷമങ്ങളും അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. അതൊന്നും നിങ്ങൾക്കൊരിക്കലും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. നിങ്ങളാരും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയില്ല.
മേഘ ദേഷ്യത്തോടെ പറയാണ്. എന്നിട്ട് അവൾ അരിക്കലത്തിന് മുകളിലുണ്ടായിരുന്ന ആ ഒരു മൂടി എടുത്ത് മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് അവളുടെ കൈ പൊള്ളുന്നുണ്ടായിരുന്നു. മേഘ അറിയാതെ പറഞ്ഞു പോവാണ്. അപ്പോൾ മുത്തശ്ശി മനോഹരൻ അവൾക്കൊപ്പം തന്നെ പേടിച്ചിട്ടുണ്ടായിരുന്നു. കൈ നന്നായിട്ട് പൊള്ളിയല്ലോ മേഘ, എന്തിനാ മേഘ ചൂടുള്ളത് പോയി തൊട്ടത്? ഇതൊക്കെ എന്താ? ഇതൊക്കെ ചെറിയ മുറിവുകളല്ലേ. ഇതിനേക്കാളും വലിയ മുറിവ് എൻ്റെ മനസ്സിൽ ആറാതെ ഉണങ്ങാതെ ഉണ്ട്. മേഘ ആ ചോറും കലവും എടുത്തിട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ മുത്തശ്ശി മനോഹരനോട് പറയുന്നുണ്ട്, ഇത്രയൊക്കെ സംഭവിച്ച് ഇവിടെ വന്ന് താമസിക്കേണ്ട ഈ അവസ്ഥയിൽ അവൾ തിരുത്തുമെന്ന് കരുതി. പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇങ്ങനെയൊക്കെ പറ്റിയിട്ടും മേഘ തിരുത്തുന്നത് പോലെ തോന്നുന്നില്ലടാ. ചേച്ചി, നായുടെ വാല് ഒരു കാലത്തും നിവരില്ല എന്ന് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ മുത്തശ്ശി അകത്തേക്ക് നോക്കിയിട്ട് ശബ്ദം താഴ്ത്തി പറയാണ്, ഡാ മേഘയാണോ നീ നായി എന്ന് പറഞ്ഞത്? വായി വെച്ച് ചുമ്മാതെ നിൽക്കാൻ നിനക്ക് സാധിക്കില്ലേ? ചേച്ചി, നായകളിൽ 2 വിഭാഗമുണ്ട്. ഒന്ന് നല്ല നായ, മറ്റൊന്ന് ഭ്രാന്ത് പിടിച്ച നായ. അങ്ങനെ നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ നായയായിട്ടാണ് മേഘയെ ഉപമിക്കാൻ പറ്റുക. നായ എപ്പോഴും നന്നായിട്ട് ജീവിക്കുമ്പോൾ മാത്രമേ ആൾക്കാർ അതിനെ നന്നായിട്ട് നോക്കുള്ളൂ. അതല്ല, ഭ്രാന്ത് പിടിച്ച നായയായിട്ട് ആൾക്കാരെ ഉപദ്രവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് ആൾക്കാർ അതിനെ കല്ലെറിഞ്ഞു കൊല്ലും. മനോഹരൻ്റെ സംസാരം കേട്ടിട്ട് മുത്തശ്ശിക്ക് പേടിയാവാണ്. അവരകത്തേക്ക് നോക്കിയിട്ട് വീണ്ടും ശബ്ദം താഴ്ത്തി പറയാണ്, ഡാ മനോഹരോ, നീ ഈ പറയുന്ന കാര്യങ്ങൾ മേഘയുടെ കാതിലോ മറ്റോ കേട്ട് കഴിഞ്ഞാൽ അവൾ വിഷം തന്നിട്ട് നിന്നെ ആയിരിക്കും നായയെ കൊല്ലുന്നത് പോലെ കൊല്ലുന്നത്. ചേച്ചി പറഞ്ഞത് ശരി തന്നെയാണ്. അവളൊരു പക്ഷേ അങ്ങനെയും ചെയ്യും. കാരണം അവൾ ചേച്ചിയുടെ കൊച്ചുമോളാണല്ലോ. എന്താ നീ പറഞ്ഞേ? ചേച്ചി എനിക്ക് വേറൊരു ജോലിയുണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് മനോഹരൻ ചാടി എഴുന്നേക്കാണ്. എന്നിട്ട് വേഗം രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. മേഘ ഡ്രസ്സൊക്കെ മാറി നല്ല സുന്ദരിയായിട്ട് വന്നിട്ട് ഒരാളെ കാത്തു നിൽക്കുകയാണ്. ആ സമയത്താണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത്. എടുത്തു നോക്കുമ്പോൾ മനീഷിൻ്റെ കോളാണ്. അവൾ കട്ട് ചെയ്യാണ്. രണ്ടാമത് വീണ്ടും വിളിക്കുന്നുണ്ട്. ഇവനെന്തിനാ പിന്നെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? കട്ടാക്കുന്നത് കണ്ട ഇവന് മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞിട്ട് മേഘ വീണ്ടും കോൾ കട്ട് ചെയ്യാണ്. വീണ്ടും മനീഷ് വിളിച്ച സമയത്ത് മേഘ ദേഷ്യത്തോടെ ഫോൺ എടുക്കുകയാണ്. എന്താ കാര്യം? മേഘ, നിനക്ക് സുഖാണോ? സുഖാണ്. നിനക്ക് വീട് കിട്ടിയോ? വീട് കിട്ടി. അല്ല, നല്ല വീടാണോ കിട്ടിയിരിക്കുന്നത്? അതെ. എങ്കിൽ ഞാനും പ്രിയയും നിന്നെ വന്ന് കാണട്ടെ. എനിക്കും പ്രിയക്കും നിന്നെ കാണണമെന്നുണ്ട്. നീയൊന്നും എന്നെ നേരിൽ വന്ന് കാണേണ്ട ആവശ്യമില്ല. അതല്ല മേഘ, പ്രിയക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവൾക്ക് നിന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. അതുകൊണ്ടാണ്. പറ. ഇവനിപ്പോൾ നേരിട്ട് കാണണമെന്നുള്ള വാശിയിലാണല്ലോ ഉള്ളത്. എന്നിട്ട് മേഘ പറയുന്നുണ്ട്, പ്രിയയും കൂട്ടിക്കൊണ്ട് നീ എൻ്റെ വീട്ടിലേക്ക് വരികയൊന്നും വേണ്ട. ഞാൻ നിൻ്റെ വീട്ടിൽ വന്നിട്ട് പ്രിയയെ കണ്ടോളാം. ശരി മേഘ. എന്നിട്ട് മേഘ കോള് കട്ട് ചെയ്യാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.